ഈശോയുടെ വലിയ അനുഗ്രഹത്തിൽ നമുക്ക് ഒരു ദിവസം കൂടെ പൂർത്തിയാക്കാൻ പറ്റി. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഈ പറഞ്ഞിരുന്ന വചനങ്ങളും ഒക്കെ കേട്ട് ശക്തിപ്പെടുന്നതിനൊക്കെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് മഹത്വം കൊടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചൊരു വിഷയമില്ലേ, അതായത് ഈശോയിൽ ആശ്രയിക്കണമെന്ന്. സങ്കീർത്തനം 57:2 നമ്മൾ വായിച്ച പോലെ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ബാക്കി പറ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു, ഞങ്ങളുടെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇങ്ങനെ ഈശോയിൽ ആശ്രയിക്കാനൊക്കെ പറയുമ്പോഴേ, നമ്മളിപ്പോൾ ധ്യാനങ്ങളൊക്കെ കേൾക്കുന്നു, ഇല്ലെങ്കിൽ നമ്മളോട് ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു കർത്താവിൽ അങ്ങ് ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിലപ്പോൾ ഇങ്ങനെ ഒരു വരും, എനിക്ക് എൻ്റെ കഴിവുകളുണ്ടല്ലോ, എനിക്കിതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ അറിയാമല്ലോ. പക്ഷെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഓർത്ത് നോക്കണം, നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമ്മൾ പല പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറെടുത്തിട്ടൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ട് പലതും പൊട്ടിപ്പാളിച്ചായി പോയിട്ടില്ലേ. 2026 ഈ ദിവസങ്ങളൊക്കെ എടുത്ത തീരുമാനങ്ങളൊക്കെ വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ മറന്നുപോയി കാണും. ചിലപ്പോൾ ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ നല്ലൊരു ലൂസറായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവും. ഈശോയിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈശോ നമ്മളിത് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് ഈശോ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൃപയും കൂടെ കിട്ടുകയാണ് ഈശോയിൽ ആശ്രയിക്കുമ്പോഴേ. നമുക്ക് ഈശോ തന്ന ബുദ്ധിശക്തി, നമ്മുടെ കഴിവുകളൊക്കെ നമുക്കുണ്ട്, നമ്മുടെ മുമ്പിൽ ടൈമുണ്ട്, നമ്മുടെ സ്കില്ലുകളൊക്കെ ഇഷ്ടം പോലെ നമുക്കുണ്ട്. പക്ഷേ ഈശോയിൽ ആശ്രയിക്കുന്ന സമയത്ത്, ഈശോയിൽ പൂർണ്ണമായിട്ടൊന്ന് കൈ കൊടുക്കുന്ന സമയത്ത് ഇതിനെയൊക്കെ കുറേയും കൂടെ റിലീവ് ചെയ്ത്, കുറേയും കൂടെ ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഈ വിശുദ്ധ യോഹന്നാൻ ക്രൂസ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ അതേക്കുറിച്ചൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോധ്യമായിട്ട് ഇങ്ങനെ കിട്ടിയതാണ്. അതായത് ഈശോയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ചിലർക്കൊരു പ്രലോഭനമാണ്. നോക്കി, അങ്ങനത്തെ ഒരു പ്രലോഭനം ഉണ്ടോ? ഈശോയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് പോലും ചിലർക്കൊരു പ്രലോഭനമാണ്. ഞാൻ എന്തിനാ ഈശോയിൽ ആശ്രയിക്കുന്നത്, എനിക്ക് എൻ്റെതായ കഴിവുകളില്ലേ? ഇങ്ങനെ ഒരു പ്രലോഭനം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരാമെന്ന് വിശുദ്ധ യോഹന്നാൻ ക്രൂസ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. എന്തെന്നറിയോ, ഈശോയിൽ ആശ്രയിക്കാതെ നമ്മളെ തന്നെ ആശ്രയിച്ചാൽ അതൊരു കുഞ്ഞുവാവ, തീരെ നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞുവാവ അമ്മയോട് പറയാണ്, അമ്മ കൈ പിടിക്കണ്ട, ഞാൻ തന്നെ നടന്നോളാം. അത് പറയുന്ന പോലെയാണ്. അതായത് എനിക്ക് നടക്കാൻ അറിയാം, അമ്മ എൻ്റെ കയ്യെ പിടിക്കണ്ട, കുഞ്ഞു വാവ പറയുന്ന പോലെയാണ്. ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ നീന്താൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന, ഈശോ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയിലും സ്പീഡിലും ഉറപ്പിലും കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യും. ചിലപ്പോൾ നിലത്ത് കിടന്ന് എഴയും, അപ്പോഴും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടാവും. പക്ഷേ എഴയാനോ നീന്തിയിട്ട് മുമ്പോട്ട് പോകാനോ അല്ല, നമ്മൾ കാലെടുത്ത് മുന്നോട്ട് വെച്ച് സ്പീഡിൽ പോകേണ്ടതുണ്ട്. അതിന് നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ എഫേർട്ടുകൾ, നമ്മുടെ സ്കില്ലുകൾ മാത്രം പോരാ. ഈശോയിൽ ആശ്രയിക്കുക. നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞുവാവ അമ്മയുടെ കയ്യെ പിടിക്കാൻ അമ്മയെ നോക്കുന്നത് പോലെ ഈശോയെ നോക്കി നടക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രലോഭനം വന്നിട്ടുണ്ടാകാം, ഞാൻ എന്നെ തന്നെ ആശ്രയിക്കുന്നു, ഈശോയെ എനിക്ക് വേണ്ട, ഈശോയെ ആശ്രയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടെംപ്റ്റേഷൻ ഉള്ളിൽ വന്നാൽ അതിനൊന്ന് തിരുത്തി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈശോയുടെ അടുത്ത് പറയും, ഈശോ ഞാൻ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. എന്നെ അങ്ങ് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും, സമയവും സാഹചര്യങ്ങളും ഒക്കെ എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈശോയിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഈശോയിൽ ആശ്രയിക്കുന്നു. അപ്പം അങ്ങനെ നാളെ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങുക, ഈശോയിൽ ആശ്രയിക്കുക. ഈശോയിൽ ആശ്രയിക്കുന്ന ഒരു കുഞ്ഞു ആവെ പോലെ ശാന്തമായിട്ട് കിടന്നുറങ്ങുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.